ഇന്ത്യ US വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകാൻ ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിൽ ഇന്നു മുതൽ 3 ദിവസത്തെ നിർണായക ചർച്ചകൾ ആയിരിക്കും നടക്കുക. വാണിജ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ദർപ്പൺ ജെയിന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ തീരുവ രണ്ടാം ട്രംപ് സർക്കാരിന്റെ തുടക്കം മുതൽ തീരുവ ഒരു പ്രശ്നമായിരുന്നു. അതിനുശേഷം ഇന്ത്യയുമായി ഒരു പ്രാഥമിക കരാറുണ്ടായി. പക്ഷേ ആ കരാറിലെ വ്യവസ്ഥകൾ എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് ആശങ്കകളുണ്ട്, അത് അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏത് മട്ടിലായിരിക്കും ഇനി ചർച്ചകൾ തുടരുക? എത്ര വേഗം ഈ കരാർ സാധ്യമാകും? ഗുഡ് മോർണിംഗ് പ്രജിൻ ക്രിസ്റ്റിന. ഈ ഇന്ത്യ US വ്യാപാര കരാറിന്റെ ധാരണാപത്രം അത് ഇരു രാജ്യങ്ങളും ഫെബ്രുവരിയിലായിരുന്നു ഇത് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ഇന്ത്യൻ സംഘം US-ലേക്ക് പുറപ്പെടാനും ഒപ്പം തന്നെ ഇതിന്റെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ച് ഇത് അന്തിമമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത്. പക്ഷേ ആ സാഹചര്യത്തിൽ അന്ന് US സുപ്രീം കോടതി ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുവയുമായി ബന്ധപ്പെട്ട ഒരു വിധി പുറപ്പെടുവിക്കുകയും ഈ ഇന്ത്യൻ സംഘത്തിന്റെ US സന്ദർശനം മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായത്. തുടർന്ന് പിന്നെ ഓൺലൈനായിട്ടാണ് വിവിധ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിൽ എത്തിയിരിക്കുകയാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ദർപ്പൺ ജെയിനാണ് ചീഫ് നെഗോഷിയേറ്റർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘമാണ് ഇപ്പോൾ വാഷിംഗ്ടണിലുള്ളത്. ഇന്ന് മുതൽ 3 ദിവസത്തെ നിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാപാര കരാറിന്റെ നിയമപരമായ കാര്യങ്ങൾ അത് അന്തിമമാക്കാനാണ് ഈ ഇന്ത്യൻ സംഘത്തിന്റെ ലക്ഷ്യം. അത് ഈ 3 ദിവസമായിരിക്കും അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുക. അതിനുശേഷമായിരിക്കും ഈ വ്യാപാര കരാർ അതിന്റെ എല്ലാ വശങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടൊരു പ്രഖ്യാപനം ഉണ്ടാവുക. സ്വാഭാവികമായും ഇന്ത്യ പലതരത്തിലുള്ള ആശങ്കകൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക മേഖലയുടെ ആശങ്കയാണ്. അപ്പോൾ ഇതിലെല്ലാം എന്തുതരം പരിഹാരമാണ് വ്യാപാര കരാറിൽ ഉണ്ടാവുക എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിക്കുന്ന പ്രഖ്യാപനങ്ങളും ട്രംപ് നടത്തിയിരുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വ്യാപാര കരാർ പൂർത്തിയാകുമ്പോഴായിരിക്കും പുറത്തു വരിക. എന്തായാലും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയത് ആ കരാർ പൂർത്തിയായ ശേഷം അത് രാജ്യത്തിന്റെ താല്പര്യത്തിനൊത്തൊരു കരാറായിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്തായാലും ചർച്ചകൾ ഇത് വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളും ഇതിനോടനുബന്ധിച്ചുള്ളതായിരിക്കും. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.